അച്ഛനമ്മ എന്താ? അച്ഛനമ്മ കല്യാണത്തിന് പോയല്ല. കല്യാണത്തിനാ? വൈകുന്നേരം വാ പോയിട്ട്. ഞാനേ അച്ഛൻ മരിച്ചില്ല, എന്റെ അടിയന്തരം വിളിക്കാൻ വേണ്ടി വന്നാ. അതെ, അവിടെ ആരും ഇല്ല, അതാണ്. അപ്പാപ്പനാണെങ്കിൽ പനി പിടിച്ച് വിറച്ചി കിടക്കണാണ്. ആണോ? അപ്പാപ്പനാ? അപ്പാപ്പ പോയിട്ട് വാ, പിന്നെ വാ. ആളിലേക്ക് വന്നത്. അപ്പാപ്പാ മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ആ ശശിയുടെ മോനാ. അത് നീ പറയുന്നല്ലേ, സത്യം എന്താന്ന് ആർക്കറിയാം. നിങ്ങളുടെ പഴയ സ്വഭാവത്തിന് മാറ്റമില്ലല്ലോ. അത് പറഞ്ഞ പോയിട്ട് പിന്നെ വാ ചേട്ടാ. ഇരിക്കേ. എന്താണ്? ഞാനേ അച്ഛൻ മരിച്ചല്ല. മരിച്ചായിരുന്നല്ല. അപ്പൊ അതിന്റെ ചടങ്ങുകളൊക്കെ പറയാണ്ട് അടിയത്ര എന്നോട് വേണം പറയാനായിട്ട്. അപ്പൊ പറഞ്ഞോട്ടെ. പെട്ടെന്ന് കേട്ടെ, എന്താ സമയമില്ല, അതാണ്ട. അപ്പൊ 14ഉം 15ഉം ആണ് 16. 14ഉം 15ഉം ആണ് 16. 14, 15, 29 അല്ലേടാ? അതെ, അച്ഛൻ മരിച്ച ചടങ്ങ് അടിയന്തരം അത് 14ഉം 15ഉം ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ 16. പെട്ടെന്ന് പറയാൻ സമയമില്ല, അതാണ്. കാരണവന്മാരല്ലടാ, അവർക്ക് ഇത്ര ഓർമ്മക്കുറക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ എനിക്ക് പറഞ്ഞോ. 14, 15, 16. അപ്പൊ 29. 29 എന്റെ. അതാ പറഞ്ഞ വൈകുന്നേരം വാന്ന് പറഞ്ഞാ. ഞാൻ പറഞ്ഞുതരാം. ഇരിക്കാൻ പോണോ? കണക്ക് ശരിയാക്കട്ടെ. എന്റെ കണക്ക് നിങ്ങളുടെ കണക്കൂട്ടൽ ശരിയാക്കി തന്നാ പോരെ. 15 ഇവിടെ 14. അപ്പൊ 14, 15, 16 ഞാൻ പറഞ്ഞത്. 5, 4 എത്രയാണ്? 5, 4, 9. ചവിട്ടല്ലേ? എങ്ങനെയെങ്കിലും കണക്കൊപ്പിച്ചുകൊണ്ട് വരുമ്പോ 9 കണക്ക് പെട്ടെന്നാവട്ടെ, സമയമില്ല, അതാണ്. ഇവിടെ കാരണവന്മാരല്ലേ, ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. എന്റെ വീട്ടിൽ ചടങ്ങുകളൊക്കെയാണ്. 14, 15, 16. അപ്പൊ അടിയന്തരം എന്നാണ്? അടിയന്തരം പറയാൻ വന്ന അടിയന്തരം പറഞ്ഞിട്ട് പോണം. 14, 15, 16. അതപ്പോ 29. അല്ല, 14, 15 ആണ് അടിയന്തരം. അപ്പൊ 16 എന്നാന്ന്? 14, 15, 16 ആയിക്കോട്ടെ. അന്ന് തന്നെയാണ് അടിയന്തരം. പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടി വ്യക്തമായി മനസ്സിലായില്ലേ? എന്റെ അച്ഛൻ ചത്തിട്ടില്ല, 14, 15 പണ്ടാറില്ല. നിങ്ങൾക്ക് വല്ല കാര്യമില്ല. സമാധാനമല്ല, ഒരു സദ്യ കളഞ്ഞപ്പോ സമാധാനമല്ല. നല്ല ഒന്നാം തരം സദ്യയുള്ള കല്യാണത്തിന് വിളിച്ചിട്ട് നീ പോയില്ലല്ലോ. അതാണ്. പോയിക്കിരുന്ന് തന്നെ ഉണ്ട്. ഞാൻ വിളിച്ചോളാം. മനുഷ്യന് എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ സമ്മതിക്കൂലെന്ന് വെച്ചാ